ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു 1/2 kg വാനില സ്പോഞ്ച് ഉണ്ടാക്കാനാണ് പോകുന്നത്. നമ്മൾ 250 ml കപ്പിൻ്റെ മെഷർമെൻ്റാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ഷുഗർ എടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്ലീൻ ബൗൾ എടുത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് 4 തവണയായിട്ട് കുറേശ്ശെയായിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് പതിയെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്ക്വയർ വെച്ച് ഇളക്കി എയർ ബബിൾസ് പോകാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഓവനിലോ സ്റ്റൗ ടോപ്പിലോ വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇനി അത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ സൈഡിൽ ഒരു കത്തി കൊണ്ട് വരഞ്ഞ് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ടത് തട്ടിക്കൊടുക്കാം. അത് നന്നായിട്ട് പുറകിൽ കൂടെ ഒന്ന് തട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന കേക്കാണിത്. അപ്പോൾ 1/2 kg വാനില സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.